ഗൈസ് ഇന്നലെ നിന്ന് ഞാനിത് കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഓഫ് ക്യാമറയിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇത് കംപ്ലീറ്റ് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഷിയേഴ്സും കൊണ്ടുപോയിട്ട് ഞാൻ കുറേ വൂളും കാര്യങ്ങളൊക്കെ എടുത്തതിനും. ആൻഡ് ഇതാണ് നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ എത്ര സാധനങ്ങളൊക്കെ. ഇത്രയും എന്താ പറയുക, ഇത്രയും ഈ ചെസ്റ്റ് ഏകദേശം ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളെ ഫസ്റ്റത്തെ അയൺ ഫാം സെറ്റാക്കാം. അതായത് ഇവിടെ ഒരു അയൺ ഫാം സെറ്റാക്കുന്നു, എന്നിട്ട് പതിയെ ഞാൻ ബാക്കിയുള്ളവരൊന്ന് സെറ്റാക്കാം. ഓക്കെ, ഫസ്റ്റ് അയൺ ഫാം ഈസിയാണ്, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബെഡും വർക്ക് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുവരാം, എന്നിട്ട് അതൊക്കെ വെക്കാം. നമുക്കിവിടെ കുറച്ച് ബെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഓൾറെഡി ഉണ്ട്. ആൻഡ് ബാക്കി നമുക്ക് ഈ വൂളും നമ്മുടെ കയ്യിലുള്ള വുഡൊക്കെ കൊണ്ട് പോയിട്ട് അവിടെ നമുക്ക് വെക്കാം. ആൻഡ് വർക്ക് സ്റ്റേഷൻ ഉണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അതായത് നമുക്ക് ഈ ബെഡും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അവിടെ സെറ്റ് ചെയ്യാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് എന്തവിടെ ഡേർട്ട് വെക്കണം. അതിൻ്റെ സ്ഥലം ഞാൻ മറന്നുപോയി. നമുക്ക് കുറച്ച് ഡേർട്ട് എടുക്കാം, ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് അടിയിലുള്ള ഈ ബ്ലോക്സൊക്കെ ഒന്ന് പൊട്ടിക്കാം. ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ബെഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡേർട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് വെച്ചാൽ മതി, ഡേർട്ട് തന്നെ ആവണമെന്നില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് നമ്മളെ വർക്ക് സ്റ്റേഷൻ ക്രാഫ്റ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് ഈ വർക്ക് സ്റ്റേഷൻസ് എല്ലാം ഇവിടെ വയ്ക്കാൻ തുടങ്ങാം. ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം, ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം, 1 2 3 4 20. ഓക്കെ, അങ്ങനെ 20 വർക്ക് സ്റ്റേഷൻസ് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വില്ലേജസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. വാങ്ങിയേക്കാം. എല്ലാം റാഡ് വെച്ചിട്ട് ഇവൻ്റെ ഇപ്പോൾ തന്നെ വാങ്ങിയേക്കാം ഈ ബ്രെഡൊക്കെ. ബ്രോ ഓക്കെ. അപ്പോൾ ഇതിലുള്ള ഈ ബ്രെഡ് നമുക്ക് ഇത്രയും ബ്രെഡ് വെറും 4 എമറാൾഡിന് കിട്ടുന്നുണ്ട്. സോ 4 എമറാൾഡ് കിട്ടാൻ അത്ര വലിയ ടഫൊന്നുമല്ല. ഓക്കെ, ഇവൻ്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ ഇതെന്താ അൺബ്രേക്കിംഗ് 3. ഓക്കെ, നമുക്ക് അൺബ്രേക്കിംഗ് 3 ആണ്. സോ നമുക്ക് ഇത് ഇപ്പം തന്നെ അങ്ങനെ ലോക്ക് ചെയ്തേക്കാം. സോ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എമറാൾഡും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നേരെ ഇവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതേപോലെ ബ്രെഡ് ആക്കാനും പറ്റുന്നതായിരിക്കും. ട്രേഡ് ഇല്ലാതെ 2 തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കയറിയിട്ട് പോവാം. കിട്ടാം. ഇപ്പോൾ അവന്മാർ വരുന്നുണ്ടോ? ഒക്കെ വന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇനി അവിടേക്ക് കൊണ്ടുപോവാം. വരുന്നുണ്ടല്ലോ. ഓക്കെ. നമുക്ക് അവന്മാരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇടണം. ഓക്കെ, ഉള്ളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ആളും ബെഡിലോട്ട് കണക്റ്റ് ആയിട്ട് നമ്മളെ കാർട്ടോഗ്രാഫി ടേബിളിലേക്കും കണക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് എന്താ പറയുക, അവന്മാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതങ്ങ് മൂടി വയ്ക്കാം. ഓക്കെ, ഫുഡും കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ടോർച്ച് വെക്കണം. ടോർച്ച് വെച്ചിട്ട് ഒരു പരിപാടി ഇപ്പോഴേ തുടങ്ങി. നമുക്ക് ടോർച്ച് വെച്ചിട്ട് AFK കാര്യങ്ങളൊക്കെ നിൽക്കണം, കംപ്ലീറ്റ് എല്ലാവരും ഒന്ന് ആയി വരാനായിട്ട്. ഇപ്പം തന്നെ എത്ര ആയി? 4 ആയി. അതങ്ങനെ പതുക്കെ 20 പേരായിക്കോട്ടെ.
കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മൂടുന്നതായിരിക്കും നല്ലത്. ഇപ്പം തന്നെ ടോർച്ചും കൂടി ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം എങ്ങാനും. ഓക്കെ, അവിടെ കംപ്ലീറ്റ് അത് നടന്നോട്ട്. ഇവിടെയാണ് നമ്മളെ കില്ലിങ് ചേമ്പറും കാര്യങ്ങളെല്ലാം സെറ്റാക്കാനുള്ളത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് സെറ്റാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു അയൺ ഫാം ഏകദേശം കംപ്ലീറ്റായി. ഞാൻ ജസ്റ്റ് ഒന്ന് AFK നിന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി എന്താ പറയുക എല്ലാം സെറ്റ് ആയിക്കോളും. ഏകദേശം ഞാൻ ഒരു സ്റ്റാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്രെഡും കാര്യങ്ങളൊക്കെ. സോ അത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ആയുള്ളൂ. കാരണം ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ബാക്കിയുള്ളതാണ് ഹാർഡസ്റ്റ് പാർട്ട്. കാരണം ഒരു 150 ബ്ലോക്ക് അപ്പുറത്ത് ഇവന്മാരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു വില്ലേജ് സെറ്റാക്കി, അതായത് ഇവന്മാർക്ക് രണ്ടാക്കും എൻ്റെ ബെഡും എന്താ പറയുക ഈ വർക്ക് സ്റ്റേഷനും തമ്മിൽ ഇവന്മാരെ കണക്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവന്മാരെ പതിയെ എന്താ പറയുക ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇത് ഫസ്റ്റ് നമ്മൾ ഒരു ബെഡ് വെക്കും, എന്താ പറയുക രണ്ടാക്കും 2 ബെഡ് വെക്കും, 2 വർക്ക് സ്റ്റേഷൻ വെക്കും. എന്നിട്ടത് ഓരോന്ന് വെച്ചിട്ട് ഒരു ബെഡ് പൊട്ടിക്കും, മുമ്പോട്ട് കൊണ്ടുപോയി വെക്കും. അങ്ങനെ പതിയെ 150 ബ്ലോക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അങ്ങനെ 4 ഇവിടെ കൺഫേമാക്കി സെറ്റാക്കുന്നതാണ് നമ്മളെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. നമ്മളിവിടെ ആവശ്യത്തിനുള്ള എല്ലാ വില്ലേജസും സെറ്റായിട്ടുണ്ട്. ഇനി ഇവരൊക്കെ വലുതായി കഴിയുമ്പോൾ നമ്മളെ അയൺ ഗോലം സ്പോണായി തുടങ്ങും. അപ്പോൾ ഗൈസ് ഞാൻ ആക്ച്വലി എന്താ പറയുക ഈ സാധനം 4 ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചത്. പക്ഷേ 2 ഉണ്ടാക്കി മൂന്നാമത്തെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എൻ്റെ എന്താ പറയുക കാൽക്കുലേഷൻ എല്ലാം തെറ്റിയെന്നാണ് തോന്നുന്നത്. എന്തായാലും മൂന്നാമത്തെ എന്തായാലും വർക്കാണില്ല. ആക്ച്വലി അതുപോലെ നമ്മൾ വർക്ക് സ്റ്റേഷനും ബെഡും കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി 4 ഉണ്ടാക്കിയിട്ട് അവസാനത്തത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ വിചാരിച്ചതാണ്. 3 ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള എങ്ങനെ കാണിച്ചാൽ വിചാരിച്ചാണ്. പക്ഷേ നടന്നില്ല കൈസൊക്കെ. സംഭവം മൂന്നാമത്തെ കംപ്ലീറ്റ് ഫെയിലിയറായി. സോ 4ാമത്തെ ഇനി വർക്ക് ചെയ്യാൻ എനിക്ക് ടൈമില്ല, വെറുതെ സമയം കളയാനില്ല. 2 തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. 2 എന്തായാലും ഡബിൾ സ്പീഡിൽ തന്നെ വർക്കാവുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ അയണിൻ്റെ ആവശ്യം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ കഴിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് സ്പോൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ഇവിടെ എന്താ പറയുക ഡേട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ ഈ അയൺ ഗോളത്തിനും കാര്യങ്ങളൊക്കെ ഞാൻ മാനുവലായിട്ട് തന്നെ വന്ന് അടിച്ച് കൊല്ലേണ്ട അവസ്ഥ വരും. കാരണം പുറത്ത് ഒരുപാട് സോണായി കഴിഞ്ഞാൽ എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒരു AFK ഒന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഫാമായിട്ട് ആവില്ലല്ലോ. സോ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ഒന്ന് സ്പോൺ പ്രൂഫ് ചെയ്ത് വരാം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ജസ്റ്റ് ഡേർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ചാൽ മതി. കാരണം ഇവിടെ 1 ബ്ലോക്ക് ഗ്യാപ്പല്ലുള്ളൂ, ഇവിടെ എന്തായാലും സ്പോൺ ആവില്ല. ബാക്കിയുള്ളതിൻ്റെ അടിയിൽ നമുക്ക് ലീവ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുകളിൽ ജസ്റ്റ് ഡേർട്ട് വെച്ചിട്ട് ഇതേപോലെ തന്നെ കവർ ചെയ്യാം അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡേർട്ട് എന്താ പറയുക ലീവ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് എന്താ പറയുക ഇവിടെ സ്പോൺ പ്രൂഫ് ആക്കാം. നമ്മൾ അതിനെപ്പോലെ സ്പോൺ ആകാത്ത രീതിയിലാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് എന്താ പറയുക ഡേർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഈ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കഴിച്ച് ഇവിടെ ഇത്ര ഒരു സെറ്റപ്പ് ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വില്ലേജസ് 150 ബ്ലോക്ക് അപ്പുറത്തുനിന്ന് ഒരു വില്ലേജ് ആക്കിയിട്ട് ഇതേപോലെ കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ സെറ്റപ്പും പോലെ 10 ബ്ലോക്ക് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഡേർട്ട് വെച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതേപോലെ ഒരു എന്താ പറയുക പാലം പോലെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട് ആ ഒരു എന്താ പറയുക അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നതാണ് എളുപ്പം എന്നുള്ളതുകൊണ്ട് ഇവിടെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതൊക്കെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇവിടെയും കൂടി ഡേർട്ട് വെച്ചങ്ങ് കവർ ചെയ്തേക്കാം. ഗൈസ് ഇത്രയും അയണാണ് ജസ്റ്റ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മാത്രം കിട്ടിയ അയണും കാര്യങ്ങളൊക്കെ. സോ അത്യാവശ്യം നല്ല രീതിക്ക് എഫിഷ്യൻ്റാണ് ഈ ഒരു ഫാം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു അയണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ട്രേഡിങ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ഡയമണ്ട് ടൂൾസ് ഇപ്പം തന്നെ നമുക്ക് സെറ്റാക്കാം. ഡയമണ്ട് ആർമർ പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് എന്തായാലും അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ തന്നെ സെറ്റാക്കി വെക്കോളാം. അതും ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് ജസ്റ്റ് ട്രേഡിങ് പരിപാടിയാണ്. അടുത്തുള്ള ഈ ഒരു എന്താ പറയുക ഈ അയണൊക്കെ കൊടുത്ത് എമറാൾഡ് മേടിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് കുറേ കോളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് മാക്സ് ആക്കിയിട്ട് എന്താ പറയുക മാക്സ് ആക്കേണ്ട പക്ഷേ സ്റ്റിൽ നമുക്ക് മാക്സ് ആക്കുമ്പോൾ നമുക്ക് പിക്കാക്സും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ.
അപ്പോൾ അങ്ങനെ ഡയമണ്ട് പിക്കാക്സും ഒരു ആക്സും ഒരു സോഡൊക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കാം. സംഭവം ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി എന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ ഡയമണ്ട് സോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത്. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക ഓഫ് ക്യാമറയിൽ ഇപ്പം ചെയ്യാം. ഞാൻ ബാക്കിയുള്ള ആർമറും കാര്യങ്ങളൊക്കെ ഓഫ് ക്യാമറയിൽ അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഞാൻ സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഈ ക്ലിപ്പ് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതേപോലെ ഈ ടോർച്ച് എന്താ പറയുക ലെഫ്റ്റ് ഹാൻഡിക്ക് സ്വിച്ചായി. അതെങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ ആയിട്ടൊരു ഐഡിയ കിട്ടിയില്ല. ആൻഡ് ഇത് ഈ സാധനം സ്വിച്ച് ആവുന്ന സമയത്ത് നേരത്തെ പിന്നെ ഒരു വട്ടം കൂടി സ്വിച്ച് ആയിരുന്നു. ആ ടൈമിൽ എൻ്റെ കയ്യിലുള്ള ആ ഒരു എന്താ പറയുക മട്ടൻ കുക്കഡ് മട്ടൻ ഞാൻ ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ച ആ സാധനം അത് അതേപോലെ ഡിസപ്പിയർ പോയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഞാൻ ആക്ച്വലി മോഡ്സും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ നോക്കിയപ്പോൾ മോഡ്സും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പിന്നെ ഇതേപോലെ പോയപ്പോൾ പെട്ടെന്ന് അതുപോലെ സ്വിച്ച് ആയി. അതെ, ആൻഡ് 26 എൻ്റെ കയ്യിലും 26 ഹോട്ട് ബാറിലും ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. സോ ഡബിൾ ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, എൻ്റെ എന്താ പറയുക എൻ്റെ ഫുഡെല്ലാം ടോർച്ചായി മാറിയിട്ടുണ്ട്. എല്ലാം ബഗ്രോക്ക് എഡിഷൻ്റെ കളികൾ. അപ്പോൾ ഗൈസ് ഞാൻ എന്തായത് കംപ്ലീറ്റ് ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മളെ പിക്കാക്സും ആക്സും സോഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താ അന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഐഡിയാസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ബൈ.